ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്ന് ചെറിയൊരു വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ സൗദിയിലെ മല്ലു യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 മുതൽ 6:30 വരെ ആയിരുന്നു മീറ്റപ്പ് ഉണ്ടായിരുന്നത്. ജിദ്ദയിലുള്ള ഈസ്റ്റേൺ ഫോറസ്റ്റിൽ വെച്ചായിരുന്നു മീറ്റപ്പ്. ഈസ്റ്റേൺ ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ ഇപ്പോൾ ഫാമിലിക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് ബാച്ചിലേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്ത് ഒരുമിച്ച് എത്തിയതിന് ശേഷം എല്ലാവരും ഒരുമിച്ചാണ് അകത്ത് കയറിയത്. ഇവിടെ ഇപ്പോൾ 6 മണി വരെയാണ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. വളരെ ഹാപ്പിയുള്ള ദിവസമാണ്. മറ്റൊന്നുമല്ല, സൗദി അറേബ്യയിലുള്ള ഒരുപാട് നല്ല മലയാളി യൂട്യൂബേഴ്സിൻ്റെ ഒരു കുഞ്ഞു മീറ്റപ്പാണ്. അതും നമ്മുടെ ജിദ്ദയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഈസ്റ്റേൺ ഫോറസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ഔട്ട്ഡോർ ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഇവരുടെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. കൂടാതെ തന്നെ നമ്മളിവിടെ തന്നെ പാചകം ചെയ്ത് കുറേ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ഈ കിടനായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. മല്ലു യൂട്യൂബേഴ്സിൻ്റെ സെക്കൻഡ് മീറ്റപ്പാണിത്. ആദ്യത്തെ മീറ്റപ്പിന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ കുറേ മെമ്പേഴ്സിന് വരാൻ പറ്റിയിട്ടില്ല. അതിൽ കുറച്ച് മെമ്പേഴ്സേ വന്നിട്ടുള്ളൂ. ഇതിൽ തന്നെ കുറേ പേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേര് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം ഒന്ന് തമ്മിൽ പരിചയപ്പെടുകയാണ് ചെയ്തത്. പിന്നെ യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ പുതിയ റൂൾസിനെ പറ്റിയൊക്കെ സംശയമുള്ളവർക്ക് അതൊക്കെ കുറേ പേര് പറഞ്ഞ് തീർത്തു കൊടുത്തു. ഈ ഒരു ഗ്രൂപ്പിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബിനെ പറ്റിയുള്ള കുറേ നമ്മളെ ഡൗട്ടുകളും അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊക്കെ കുറേ ടിപ്സൊക്കെ അറിയുന്നവർ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. എൻ്റെ പേര് ഇർഷാദ് എന്നാണ്. ചാനലിൻ്റെ പേര് ട്രാവലിസ്റ്റ് എന്നാണ്. കൂടുതലായി ഗ്രൂപ്പിനെ പറ്റിയാണ്. നല്ല ഗ്രൂപ്പാണ്. ഉള്ളത് ആൾക്കാർ എല്ലാവരും നല്ല ആക്റ്റീവ് ഗ്രൂപ്പാണ്. കാരണം ഇനി മുന്നോട്ടുള്ള എങ്ങനെയുള്ളതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ല ഗ്രൂപ്പാണ്. എന്തായാലും ഗ്രൂപ്പിന് എല്ലാവിധ ആശംസിക്കും. ട്രാവൽ ഇഷ്ടമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് മീറ്റപ്പിന് വരുന്നത്. ഇഡ്ലി ചെമ്പിൽ ചായ. പറഞ്ഞോ ട്രാവൽ പ്രോജക്റ്റ്. കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം, ജസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്റ്റോറീസ് ഇൻ മൈ ബുക്ക് എന്നാണ്. അപ്പോൾ അതിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തോളമായിട്ടുണ്ട്. ഓഡിയൻസിന് കാണിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ എന്ത് വരികയാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ ഉള്ള ട്രെൻഡിങ് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിന് കൊടുക്കുക, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നല്ല റീച്ച് കിട്ടും, സബ്സ്ക്രൈബേഴ്സും ഓട്ടോമാറ്റിക്കലി കൂടി വരും. അപ്പം ആ വാതിൽ തുറന്ന് വരുന്ന സമയത്ത് തന്നെ ഉമ്മ പെട്ടെന്ന് വാതിൽ തുറന്ന് സ്കൂളിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന ഒരാൾക്ക് ജസ്റ്റ് തോന്നുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി അറിഞ്ഞിട്ട് നമ്മൾ വാതിൽ തുറക്കുമ്പോൾ, കാരണം രാത്രി 2 മണിക്കൊക്കെ ഒരാൾ വാതിലിന് മുട്ടിയാൽ ആളാരാ നോക്കുന്ന ഉമ്മ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോറിൻ്റെ അടുത്തേക്കായിരുന്നു. പക്ഷേ 2 മണി ആ ടൈമിൽ വാതിലിന് മുട്ടിയാൽ ആരാ. ഞാനിപ്പോൾ യൂട്യൂബ് ജേണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ. യൂട്യൂബിലേക്ക് നമുക്ക് വരുന്നതിൻ്റെ മെയിൻ കാരണം ആദ്യം നമ്മൾ പ്ലാനിങ്ങിലുണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങിയാലോ എന്നൊക്കെ. നമുക്കൊരു ഇൻസ്പിറേഷനായിട്ട് വന്നിട്ടുള്ളത് ഷെഫിനെത്തിയാണ്, ഷിഗാസ് കഫേൻ്റെ.
മീറ്റപ്പ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പുഡിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും സ്നാക്സും പുഡിങ്ങും ഒക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ഹായ് കൊടുത്താൽ പോരെ? ഹായ് കൊടുത്താൽ മതിയോ? ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പോയാൽ പോരെ എല്ലാവരും കൂടി? വെയിറ്റിംഗ് ഫോർ തളക്കൽ. കടുകുറ 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 സമയമായിട്ടില്ല. വെയിറ്റിംഗ് ഫോർ തളക്കൽ. കടുകുറ 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 സമയമായിട്ടില്ല. ഇത് കുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ചായ ഉണ്ടാക്കാൻ പറ്റുക. നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുന്ന കാണിച്ചിടാം. ഇന്നേരം പിടിക്കാതെ ചായ. അടുത്ത പോപ്കോണാണ്. പടപടപട വീഡിയോസ് ഉണ്ട്. പോപ്കോൺ ഉണ്ടോ? ഈ ചായ ഉണ്ടാക്കാൻ ഇൻസ്പിറേഷൻ എവിടെ നിന്ന് കിട്ടിയേ? എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റ് ആണ്. അത് അവരാ ഉണ്ടാക്കി കേട്ടോ. ബട്ടർസ്കോച്ച് കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ് ആണ് പേര്. എല്ലാവരും ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചട്ടിപ്പത്തിരിയും സമൂസയും പഴംപൊരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുഡിങ് കൊടുന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ പുഡിങ് സെർവ് ചെയ്തത്. പിന്നെ ചായ ആയതിന് ശേഷമാണ് സ്നാക്സൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ചായയും സ്നാക്സൊക്കെ കഴിച്ചത്. അപ്പോൾ എനിക്കുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സ്ട്രോബെറിൻ്റെ ഒന്ന് സാധനം മുകളിൽ കാണില്ല. പുഡിങ് മെൽറ്റ് ആയതുകൊണ്ടാണ് ശരിക്കും ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റാഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്ക് 3 ലെയറായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തി. ചായ കാപ്പി ചായ കാപ്പി. ഷൊർണൂരടെ ഷൊർണൂർ അങ്ങനല്ല. ചായ ചായ ഇടുക. നല്ല സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. ചായ ഉണ്ടാക്കിയത് നവാസാണ്. നവാസിൻ്റെ ചാനലിൻ്റെ പേര് ട്രാവൽ പ്രൊജക്റ്റ് എന്നാണ്. നവാസ് പാലക്കാട് സ്വദേശിയാണ്. നല്ലൊരു അടിപൊളി കുക്കും കൂടിയാണ്. അപ്പോൾ നവാസിൻ്റെ ചാനലിൽ നമുക്കിനി നല്ല അടിപൊളി പാലക്കാടൻ ഡിഷസ് പ്രതീക്ഷിക്കാം. പഴംപൊരി ചായ ചായ പഴംപൊരി ചായ പഴംപൊരി ചായ 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 പഴംപൊരി ചായ പഴംപൊരി നല്ല ചൂട് ചായ ചൂട് ചായ ചൂട് ചായ. ചൂടാറട്ടെ. 6 കുടിച്ചാൽ മതി. 6 കുടിച്ചാൽ മതി. ഈ ഐഡിയാസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ സാധനം ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഇടയിൽ 1 or 2 ആളുകൾ ഹൈ ലെവലിൽ ഒരു യൂട്യൂബർ ആകാൻ സാധ്യതയുണ്ട്. ചില്ലറ കാര്യമല്ല, നമ്മൾ പറയേണ്ട കാര്യമാണ്. നമ്മളെ ഇടയിൽ 1 or 2 ആളുകൾ അത്രയും കണ്ടന്റ് ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ടീം നമ്മളെ കൂടെ ഉണ്ട്. നിങ്ങൾ പണ്ട് മോദിന്റെ കൂടെ ഒന്നുണ്ടല്ലോ. പണ്ട് മോദിന്റെ കൂടെ ഒന്നുണ്ട്. ചായയോട് ചായ. Bye.
ഞങ്ങൾക്ക് അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു 3 മണിക്കൂറൊക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ ചായയോട് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് മീറ്റപ്പിൻ്റെ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ട് നല്ല കിടലാണ്ട് എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പം മറ്റു നല്ല കിടല വീഡിയോസ്